+2 എക്സാമിൽ മാത്രമല്ല +1 എക്സാമിലുള്ള ഈ ഒരു പാറ്റേൺ ചേഞ്ച് ഇംപ്രൂവ്മെന്റിനെ എന്തായാലും അഫക്റ്റ് ചെയ്യും. ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ സൂചിപ്പിക്കുന്നത് CBSE പാറ്റേണിലേക്ക് ക്വസ്റ്റ്യൻ ഓരോ വർഷവും +2ന്റെ വിജയ ശതമാനം കുറഞ്ഞു വരികയാണ് അല്ലേ? ഒരുപക്ഷെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഏറ്റവും ടഫ് ആവാൻ സാധ്യതയുള്ള ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ വെൽക്കം ബാക്ക് ടു ഈഗൺ ലേണിംഗ്. യെസ്, അപ്പോൾ പബ്ലിക് എക്സാം കാത്തിരിക്കുകയാണ് നമ്മുടെ മക്കള്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പബ്ലിക് എക്സാമിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ടല്ലേ? അതെ, പുതുതായിട്ട് ഒരുപാട് വിവാദങ്ങളിലൂടെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത് അല്ലേ? അതുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പാറ്റേൺ ചേഞ്ചിനെ പറ്റിയൊക്കെ നിങ്ങൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് എക്സാം എങ്ങനെ പഠിക്കണം, പബ്ലിക് എക്സാമിനൊപ്പം എങ്ങനെ പഠിക്കാം എന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞു തരുവാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, മുഴുവൻ വീഡിയോ കാണുക. അതെ, ഡിസംബർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ +1ന്റെ ക്വസ്റ്റ്യൻ വെച്ച് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാം അല്ലേ? +2 മാറ്റങ്ങൾ നിങ്ങൾക്ക് അറിയാം, പക്ഷേ +1കാർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ ഇംപ്രൂവ്മെന്റ് എക്സാമിനെ എങ്ങനെ നേരിടാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അത് അറിഞ്ഞിരിക്കുക തന്നെ വേണം. വ്യക്തമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കണമെങ്കിൽ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞേ പറ്റൂ. അപ്പൊ നമ്മൾ അതിലേക്ക് അതെ, അപ്പൊ ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ വായിക്കുന്നുണ്ട്. ഇനിയുള്ള ചോദ്യങ്ങൾ ടഫ് ആകും, A+ നേടാനും ഫുൾ മാർക്ക് നേടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് അതിലൊക്കെ ഒരുപാട് ഫാക്ട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് ടൈം ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്യുന്നുണ്ട്. +1 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നുണ്ട്. ഇംപ്രൂവ്മെന്റ് എക്സാം എങ്ങനെയാകും, ടഫ് ആകുമോ ഈസി ആകുമോ ഒക്കെ ഞങ്ങൾ പറഞ്ഞു തരാം അല്ലെ? ഇതിൽ ഓരോ കൃത്യമായിട്ട് അവസാനം വരെ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക, എന്നാൽ നിങ്ങൾക്ക് ആ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അതെ, നമ്മൾ ഓൾറെഡി പബ്ലിക് എക്സാമിന്റെയും അതേപോലെ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെയും ടൈം ടേബിൾ നിങ്ങളെ എത്തിച്ചിരുന്നു. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു, ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ചെയ്താണ്. പക്ഷേ നമ്മൾ അപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, +1 ഇംപ്രൂവ്മെന്റ് എക്സാമിന് ഏറ്റവും ടഫ് ആവാൻ സാധ്യതയുള്ള സബ്ജക്ട് ഏതെന്ന് ഈ ടൈം ടേബിൾ നോക്കിയാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലേ? എനിക്ക് തോന്നുന്നത് ബയോളജി മാത്സും ആയിരുന്നു +1ൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ആയിട്ട് വന്ന സബ്ജക്ട്. ഈവൻ കെമിസ്ട്രി ഇംപ്രൂവ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടായിരിക്കും. അത് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇംപ്രൂവ് ചെയ്യുന്ന രണ്ട് സബ്ജക്ട് നമ്മൾ അറിഞ്ഞെടുത്തോളം മാത്സ് ആൻഡ് ബയോളജി ആയിരിക്കും. അപ്പൊ ബയോളജിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാർച്ച് 19 +2ന്റെ എക്സാം ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജിന്റെ എക്സാം ആണ്. തൊട്ടടുത്ത ദിവസമാണ് മാർച്ച് 20 മാർച്ച് 20 ഇംപ്രൂവ്മെന്റ് എക്സാം ഉണ്ട്. ബയോളജി, സുവോളജിയും ബോട്ടണിയും ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് ശരിക്കും ഒന്ന് ഉറങ്ങാൻ പോലുമുള്ള സമയം കിട്ടത്തില്ല. കാരണം ബയോളജിയിലാണ് +1 എനിക്ക് ഏകദേശം 21 ചാപ്റ്റർ ആണ്. ബയോളജി, ബോട്ടണി, സുവോളജി കൂടി ഏകദേശം കറക്റ്റ് നമ്പർ എനിക്കറിയില്ല. അപ്പൊ അത്രയും ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതുപോലെ 21-ാം തീയതി ആയിരിക്കും ഏകദേശം ഒരു മോഡൽ എക്സാം കഴിയുന്നത്. പിന്നെ ഒരു 10 ദിവസങ്ങൾക്ക് ശേഷം മാർച്ച് 3 +2 എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. വെറും 10 ദിവസങ്ങൾ മാത്രമാണ് ബ്രേക്ക് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് ഇംപ്രൂവ്മെന്റ് എക്സാം പഠിക്കാനിരുന്നാൽ എന്തായാലും അത് നമുക്ക് പറ്റുന്ന ഒരു ടാസ്ക് അല്ല. കാരണം ചോദ്യ പേപ്പർ പാറ്റേണിൽ ഒരുപാട് മാറ്റമുണ്ട്. അതൊക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാം. പാറ്റേൺ മാറ്റമാണ് നമ്മൾ കാര്യമായിട്ട് നോക്കാൻ പോകുന്നത് അല്ലേ? അപ്പൊ ആദ്യം എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ്. അതായത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഈ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ സാധാരണയായിട്ട് കാണുന്നത് CBSE എക്സാമിന്റെ ഒരു പാറ്റേണിലേക്ക് ക്വസ്റ്റ്യൻ മാറി എന്നുള്ള ഒരു സൂചനയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നൽകുന്നത് അല്ലേ? എനിക്കൊന്ന് 10th ഇത്തവണ ഇതേപോലെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. അപ്പോൾ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് പാറ്റേൺ മാറ്റം അവർ കൊണ്ടുവരുന്നുണ്ട്. കാരണം ഒരുപാട് വിവാദങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാതെ മാക്സിമം പുതിയ ചോദ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പുതിയ ടൈപ്പ് ചോദ്യങ്ങൾ അവർ ക്രിസ്മസ് എക്സാമിന് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിൽ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ എന്നല്ല. ഈ അസേർഷൻ ഈസ് കറക്റ്റ്, റീസൺ ഈസ് കറക്റ്റ്, അതിന്റെ ചോയ്സ് ആണ്. ABCD ചോയ്സ് വായിച്ച് മനസ്സിലാക്കാൻ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു തവണ വായിച്ച ഒരു കുട്ടിയാണെങ്കിൽ അതിന് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് +1 കെമിസ്ട്രിയിൽ ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമാണ്. ഈ ചോദ്യം കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയായിരിക്കും ഇനി നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റ് എക്സാം, അതായത് +1 ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്നത് ഇപ്പോ നിലവിൽ +1ൽ പഠിക്കുന്ന ഒരു കുട്ടി എഴുതുന്ന അതേ എക്സാം തന്നെയാണ്. നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും തന്നെ ഇല്ല. അവിടെയാണ് നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നത്, അവിടെയാണ് നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായിട്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കില്ല എന്ന് തന്നെയാണ് അല്ലെ? അത് തന്നെയാണ് മെയിൻ കാര്യം. അതെ, അതേപോലെ ഈ ഒരു ക്വസ്റ്റ്യന്റെ പ്രത്യേകത നമ്മൾ തന്നെ കഴിഞ്ഞ 7 വർഷങ്ങളിലായി റിപ്പീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് കണ്ടറിയാം മാർച്ച് 2010-ലും 21-ലും 28-ലും ഒരുപാട് വർഷങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ വെറുതെ ഞങ്ങൾ 7 വർഷമായിട്ട് ചോദിച്ചു എന്ന് പറയല്ല, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എവിഡൻസ് ആണ് നിങ്ങൾക്ക് ബോർഡിൽ കാണിച്ചിരിക്കുന്നത് അല്ലേ? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, ക്ലോറിൻ ഹാസ് മോർ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ദാൻ ഫ്ലൂറിൻ, വൈ? ഇതേ ചോദ്യം ഒരു മാറ്റവും ഇല്ലാതെ കഴിഞ്ഞ എല്ലാ വർഷ ചോദ്യ പേപ്പറുകളിലും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ഞങ്ങൾ ഏത് ലൈവ് എടുത്താലും ഞങ്ങൾ പറയും ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ പോകരുതെന്ന്. കാരണം 7 വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ചോദിക്കും. ഈ വർഷം ഈ ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെയാ
എങ്ങനെയാന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, പക്ഷെ എക്സാമ്പിൾ ഒന്ന് ചെറുതായിട്ട് മാറി. ഓക്സിജനും സൾഫറും ആണ് കമ്പയർ ചെയ്യാൻ ചോദിച്ചത്. അപ്പൊ ചില കുട്ടികൾ ഫ്ലൂറിനും ക്ലോറിനും പഠിച്ചു വെച്ച കുട്ടികൾ അതിന്റെ പ്രോബ്ലം അവസാന നിമിഷമാണ് ഈ കുട്ടി പഠിക്കുന്നെങ്കിൽ, ലാസ്റ്റ് മൊമെന്റിലാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഫ്ലൂറിനെയും ക്ലോറിനെയും മാത്രമേ ഓർമ്മയുള്ളൂ, സൾഫറും ഓക്സിജനും നിങ്ങളെ മനസ്സിൽ ഉണ്ടാവില്ല. അതെ, കുറച്ച് ലോജിക്ക് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണോ ഫ്ലൂറിനും ക്ലോറിനും പൊസിഷൻ ഉള്ളത് അതേപോലെയാണ് ഓക്സിജനും സൾഫറും വരുന്നത്. മാത്രമല്ല നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഓക്സിജന്റെയും ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും പറയുന്ന അതേ കൂട്ടത്തില് ഓക്സിജന്റെയും സൾഫറിന്റെയും കാര്യം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വായിച്ച് മനസ്സിലാക്കിയ കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് ആ 2 മാർക്ക് കിട്ടും. ബാക്കി കുട്ടികൾ അത് സ്കിപ്പ് ചെയ്യാനാണ് സാധ്യത, കാരണം ഞങ്ങൾ പഠിച്ചത് ഫ്ലൂറിനും ക്ലോറിനും ആണല്ലോ. അതെ, ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ച ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൈൻഡിൽ അത് മാത്രമേ ഉള്ളൂ. നിങ്ങളോട് ഞങ്ങൾ പറയുന്നത് NCERT മുറുക്ക പിടിക്കുക അല്ലെ, നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വേണമെങ്കിൽ. അപ്പോൾ +2 മാത്രമല്ല പാറ്റേൺ ചേഞ്ച്, +1 പാറ്റേൺ ചേഞ്ച് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ആ പാറ്റേൺ ചേഞ്ചിൽ എക്സാം ആണ് മക്കൾ എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ രണ്ട് ചോദ്യങ്ങളും തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് +1 കെമിസ്ട്രിയിൽ ഈ വർഷം ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ അല്ലേ. ഈ ചോദ്യം നോക്കുക, സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ അതേപോലെ എവിടെയുണ്ട് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിട്ടുണ്ട് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥേൻ. എല്ലാ സാറുമാരും നിങ്ങളെ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് മീഥേൻ പഠിക്കാതെ പോകരുതെന്ന്. പക്ഷേ അവർ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നെയാണ് അവർ ചോദിച്ചത്, സെയിം പാറ്റേൺ ആണ്, സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ അവർ മെത്തഡോളജിയാണ് ചോദിച്ചത്. അപ്പോ NCERTയിലുള്ള എക്സാമ്പിൾസും ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസും ഒക്കെ ചെയ്യുക. +2 നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ +1 ഈ മാറ്റം ഉണ്ടെന്നുള്ളത് അറിയുക. അത് ഇംപ്രൂവ്മെന്റ് എക്സാമിന് വേണ്ടിയിട്ടാണ്. മാറ്റം അറിഞ്ഞാൽ മാത്രം പോരാ അവരെന്ത് ചെയ്യുക, അവർ നിങ്ങൾ NCERT ബാക്കിലുള്ള ക്വസ്റ്റ്യനിലൂടെ ഒന്ന് കണ്ണോടിച്ച് പോകണം. നിങ്ങൾ അത് പഠിക്കാതെ പോകരുത് അല്ലെ. അതേപോലെ ചോദിച്ച തെർമോഡൈനാമിക്സിലെ ഒരു ചോദ്യമാണിത്. NCERT പ്രോബ്ലത്തില് സൊല്യൂഷൻ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള ചോദ്യമാണ്. അതേ ചോദ്യം ഈ ക്വസ്റ്റ്യൻ അതേപോലെ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ NCERT വായിച്ച ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ഇതിന് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പൊ അതിലെ ഇൻഡെക്സ് ക്വസ്റ്റ്യനും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് പോവാ. ഓക്കെ, നെക്സ്റ്റ്. ഇനി പറയാനുള്ളത് +2ന്റെ ഒരു വിജയ ശതമാനത്തെ കുറിച്ചാണ്. ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കുമെന്നല്ലോ, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല, പേടിപ്പിക്കാനേ അല്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് അവർ എക്സാമിന് പഠിക്കുന്നത് ഏത് സമയത്താണ്? ലാസ്റ്റ്, തലേ ദിവസം. ചിലപ്പോൾ നിങ്ങൾക്ക് 5ഓ 10ഓ ചാപ്റ്റർ കവർ ചെയ്യാൻ പറ്റുന്ന കുട്ടികളുണ്ട്. പക്ഷെ ഇംപ്രൂവ്മെന്റ് എക്സാമിന് ലാസ്റ്റ് മൊമെന്റിൽ പഠിച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. അതായത് തലേ ദിവസം തന്നെ ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്യാനുള്ള കാരണം നാളെ എക്സാം ആണ്, പഠിച്ചേ പറ്റൂ എന്നുള്ള ആ ഒരു സാധനം ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ആ ഒരു സാധനം നിങ്ങളിലേക്ക് നിറയ്ക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നതിലുള്ളത്. അപ്പൊ ഇംപ്രൂവ്മെന്റും പബ്ലിക് എക്സാമും ഒരുമിച്ചാണ്. എങ്ങനെയാണോ എക്സാമിന്റെ തലേ ദിവസം നിങ്ങൾ പഠിക്കുന്നത് അതേപോലെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക. ന്യൂ ഇയറിൽ തന്നെ തുടങ്ങാം. ജനുവരി 1 കൂടി തന്നെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചു തുടങ്ങണം. അതേ സ്പിരിറ്റോട് കൂടി അല്ലേ. ജനുവരി 1 വരെ നിങ്ങൾക്ക് സമയമില്ല, കാരണം ജനുവരിയില് പ്രാക്ടിക്കൽ എക്സാമിന്റെ മോഡൽ എക്സാംസ് ആണ് നടക്കുക. 22ന് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അപ്പൊ ഈ വെക്കേഷൻ ടൈം മാക്സിമം ഇംപ്രൂവ്മെന്റ് എക്സാമിന് യൂട്ടിലൈസ് ചെയ്യുക. കാരണം +2ന്റെ ഒരു വിജയ ശതമാനം എടുത്താൽ ഓരോ വർഷവും വിജയ ശതമാനം കുറഞ്ഞു വരികയാണ്. 2022 നിന്ന് 2023ലേക്ക് 87 82 പിന്നെ അത് 78ലേക്ക് കുറഞ്ഞു. വിജയ ശതമാനം കുറയുകയാണ്. ഈ പാറ്റേൺ മാറ്റം കൂടെ വരുന്നതോടെ അത് വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കി പഠിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഈ 87% നെക്സ്റ്റ് 25 നിങ്ങൾ കാണിക്കുക എന്നതാണ്. 2022 87.94 എന്നുള്ള പെർസെന്റേജ് 2025 മക്കൾ എന്ത് ചെയ്യണം, കാണിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ വർഷമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു 3,74,755 കുട്ടികളാണ് എക്സാം അപ്പിയർ ചെയ്തത്. അതിൽ 2,94,888 കുട്ടികൾ മാത്രമാണ് പാസ്സായത്. അപ്പോൾ വിജയ ശതമാനം ഇത്തവണ കൂടണമെങ്കിൽ മാറിയ പാറ്റേൺ അനുസരിച്ച് നിങ്ങൾ പഠിച്ചേ പറ്റൂ. അപ്പൊ ഞങ്ങൾ പറയുന്നത് ഈ വരുന്ന വെക്കേഷൻ ദിവസങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഇംപ്രൂവ്മെന്റ് കോൺസെൻട്രേറ്റ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു ചാപ്റ്റർ എങ്കിലും നിങ്ങൾ ഒരു ദിവസം കവർ ചെയ്യുകയാണെങ്കിൽ പബ്ലിക് എക്സാമിനോടൊപ്പം തന്നെ സുഖമായിട്ട് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങൾ എക്സാം ഒക്കെ ഈസി ആക്കാൻ വേണ്ടി നെക്സ്റ്റ് ഡേ ഓൺവേർഡ്സ് നാളെ മുതൽ നമ്മളൊരു ലോഞ്ച് ഉണ്ട് അല്ലേ. നാളെ +1 +2ന്റെ ലോഞ്ച് ആരംഭിക്കുകയാണ്. അപ്പൊ അതിന്റെ സ്റ്റഡി പ്ലാൻ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരും. അതേപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ വീഡിയോസ് ഒക്കെ ഉടനെ നിങ്ങളിലേക്ക് എല്ലാ വീഡിയോസ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കാണാൻ
കാണാനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങളുടെ റൂമിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ച് എവിടെയെങ്കിലും പോരെ, നിങ്ങൾ ദിവസമാകും പഠിക്കുന്ന ടേബിളിന് മുൻപിൽ തന്നെ വേണം അല്ലെ. അപ്പൊ നിങ്ങൾ എപ്പോഴും നോക്കുക, ടൈം ഇന്റർവെൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. മോഡൽ എക്സാമിനും ഡെഫിനറ്റ്ലി ടൈം ഇന്റർവെൽ ഉണ്ടാവുകയില്ല. അപ്പൊ ഇപ്പൊ തന്നെ ഓരോ ദിവസവും നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്, മണിക്കൂറും വിലപ്പെട്ടതാണ്. അപ്പോൾ പഠിച്ചു തുടങ്ങുക. ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുക. മാത്സും ബയോളജിയും ഒക്കെ ആയിരിക്കും നിങ്ങൾ ഇംപ്രൂവ് ചെയ്യാനിരിക്കുന്നത്. അത് NCERT ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക. അതിന്റെ ലൈവ് സെഷൻസും കോണ്ടന്റ് വീഡിയോസും ഒക്കെ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ലൈവ് മൂവ് ചെയ്യുക. ഇനി ഞങ്ങൾ എപ്പോഴും പോയിന്റ് ചെയ്ത് NCERT പോയിന്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ലൈവ് മൂവ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ലൈവിന് നിർബന്ധമായിട്ട് അറ്റൻഡ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഇംപ്രൂവ്മെന്റിന് ആവശ്യമുള്ളതെന്നൊക്കെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. നമ്മൾ ആ സബ്ജക്റ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. അതിന്റെ ഏതൊക്കെ സബ്ജക്റ്റിൽ ഏതൊക്കെ ടോപ്പിക്കിന്റെ കോണ്ടന്റ് വീഡിയോസ് ആണ് വേണ്ടത്, NCERT സൊല്യൂഷൻസും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ കോണ്ടന്റ് വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് വീഡിയോയും ഷോർട്ട് വീഡിയോയും എക്സാം ടൈമിൽ ചെയ്തത് നമ്മൾ തന്നെയായിരിക്കും അല്ലേ. അത് മാത്രമല്ല NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്ലസ് ടുവിന്റെ ചാനൽ എടുത്താൽ അറിയാം. NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്നുള്ള തമ്പിൽ തന്നെ ഒരുപാട് കോണ്ടന്റ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ PYQs വിട്ടിട്ട്, PYQs വേണ്ട നല്ല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിക്കണം. പക്ഷെ NCERT ബേസ് ചെയ്തിട്ടുള്ള ഒരു പഠനമായിരിക്കണം നിങ്ങൾ പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് മക്കൾ കാണേണ്ടത്. 30% പോസിബിലിറ്റി നിങ്ങൾ കണ്ടാൽ മതി. പാസ് ആവാൻ ഈസിയാണ് PYQ പഠിച്ചാല്. പക്ഷെ നമുക്ക് പാസ് ആവുകയല്ല വേണ്ടത്, ഫുൾ മാർക്കും ഫുൾ A+ തന്നെയാണ് വേണ്ടത്. അതിന് NCERT പഠിച്ചേ തീരൂ. യെസ്, കൂടെ നിങ്ങൾ റേസ് ചെയ്യുക, നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പോ നമുക്ക് കാണാം. ബൈ ബൈ.